പ്രജീഷ്, ഇപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടുന്ന പൂതാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അവരും ഈ ആളുകളുടെ ഇടയിലുണ്ട്. പ്രതിഷേധം തുടരുക തന്നെയാണ്. ഒരു തരത്തിലും കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. കടുവയെ കൊണ്ടുപോയാൽ വനംവകുപ്പ് വീണ്ടും വനത്തിൽ തുറന്നുവിടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. ആദ്യം മുതൽ തന്നെ ഈ പ്രജീഷിനെ ആക്രമിച്ച അന്ന് തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത് കടുവയെ വെടിവെച്ച് കൊല്ലണം, അതിനുള്ള ഉത്തരവ് വേണമെന്നാണ്. തുടർന്ന് പ്രജീഷിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ പ്രതിഷേധിച്ചു. ആദ്യം വന്ന ഉത്തരവിൽ വെടിവെച്ച് കൊല്ലാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. ആ ഉത്തരവ് പറ്റില്ല എന്ന് പറഞ്ഞ് MLA ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു. തുടർന്നാണ് ഈ ഉത്തരവിൽ മാറ്റം വരുത്തി അവസാന വരിയായി ഈ മറ്റ് മാർഗങ്ങളില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാം എന്നൊരു ക്ലോസ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ചേർത്തത്. ആ ഉത്തരവ് വന്നതിന് ശേഷമാണ് പ്രജീഷിന്റെ മൃതദേഹം സംസ്കരിച്ചത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 10 ദിവസമായി നാട്ടിൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വനംവകുപ്പിന്റെ നീക്കങ്ങളൊക്കെ നാട്ടുകാർ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് ഉച്ചയോടെ ഈ കടുവ കൂട്ടിലായി എന്നറിഞ്ഞതോടെയാണ് പെട്ടെന്ന് ആളുകൾ സംഘടിച്ച് ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. എന്തു വന്നാലും കടുവയെ കൊണ്ടുപോകാനാകില്ല എന്ന നിലപാടിലാണ്. ഇപ്പോൾ വനംവകുപ്പ് കുടുങ്ങിയ കൂടുമായി ഈ എസ്റ്റേറ്റിനകത്ത് ഈ കോളനി കവലയിലെ കാപ്പിത്തോട്ടത്തിനകത്ത് ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ആ കൂടുമായി വനംവകുപ്പിന്റെ വാഹനങ്ങൾ എസ്റ്റേറ്റ് കവാടത്തിൽ വന്നു നിൽക്കുന്നു. പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്താണ് വനംവകുപ്പിന്റെ വാഹനങ്ങൾ. ആ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ദൌത്യസംഘം ഉൾപ്പെടെ ഏതാണ്ട് 8ഓളം വാഹനങ്ങളുണ്ട്. അതിലൊരു ട്രാക്ടറിൽ കടുവയുമായുള്ള കൂട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങോട്ട് പ്രവേശനമില്ല. ആളുകളും പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആളുകളെ. എന്തായാലും അവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രതിനിധികൾ അകത്തേക്ക് കടന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റാളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. മാധ്യമപ്രവർത്തകരെയും കടത്തിവിട്ടിട്ടില്ല. എന്തായാലും കടുവയുടെ കൂട് ഒരു നെറ്റ് ഉപയോഗിച്ച പച്ച ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കടുവയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് വനംവകുപ്പ് നടത്തിയത്. പക്ഷേ അപ്പോഴേക്കും ആളുകൾ തടിച്ചുകൂടി ഈ വഴി ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും ആളുകൾ വലിയ രീതിയിൽ മുദ്രാവാക്യം ഉയർത്തുന്നു. എന്തായാലും ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. MLA അല്പസമയത്തിനകം എത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരും. ഇതിലൊരു പ്രായോഗികമായി നിയമപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. ആളുകൾ ഇത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കൂട്ടിലകപ്പെട്ട ഒരു കടുവയെ എങ്ങനെ വെടിവെച്ച് കൊല്ലും എന്നൊക്കെയുള്ള നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ബഹളം വെക്കുന്ന നാട്ടുകാരോട് അത് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ആളുകൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അടക്കം സ്ഥലത്തെത്തിയാൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ വാഹനങ്ങളെല്ലാം തടുത്തിട്ടിരിക്കുന്നു. ആളുകൾ പ്രതിഷേധമുയർത്തുന്നു. വർഷങ്ങൾക്ക് മുൻപ് വാഗേരിയിൽ ഇത്തരത്തിൽ കടുവ